കഴിഞ്ഞ ദിവസം കടലിൽ കാണാതായ ജോണിന്റെ മകൾ ജിജി ജോൺ ഒരു പ്രതികരണം നടത്തിയിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ വേണ്ടത്ര ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പിതാവ്, ആ പെൺകുട്ടിയുടെ പിതാവിനെ കാണാതായിട്ട് ഏകദേശം 8 ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി അവരെ ഒന്ന് ഫോൺ വിളിച്ചതും അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചതും. ആ ഒരു സംസാരത്തിൽ തന്നെ തിരിച്ച് ആ പെൺകുട്ടിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി കേട്ടില്ല എന്നുള്ളൊരു ആരോപണം കൂടി വരുന്നുണ്ട്. മാത്രമല്ല, ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ച വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ്. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു സർക്കാർ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചോദ്യം അവിടെ ഉന്നയിച്ചിരുന്നു. പലരും ഭയക്കുന്ന ഒരു ചോദ്യമാണ് ആ പെൺകുട്ടി ചോദിച്ചത്. നമ്മുടെ സംവിധാനങ്ങൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് പലരും ചോദിക്കാൻ ഭയപ്പെടുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഭയക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ ഒരു പെൺകുട്ടി അത്തരത്തിലുള്ള ഒരു ചോദ്യം ഉന്നയിച്ചത്. തികച്ചും ഇങ്ങനെ വേണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ജയിച്ചു പോയ അവർ ചെയ്യേണ്ടത്? അപ്പൊ എന്താണ് അതിനെക്കുറിച്ച്, ആ ഒരു പെൺകുട്ടിയുടെ പ്രതികരണത്തെ കുറിച്ച് എന്താണ്? അല്ലെങ്കിൽ യുവാക്കളും യുവതികളും ഇങ്ങനെ നമ്മൾ പ്രതികരണം നടത്തണം. ഈ സർക്കാരായാലും ഏതൊരു സംവിധാനമായാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവർക്ക് അവര് കാണിക്കുന്നത് ശരിയാണോ തെറ്റാണോ, എന്തായാലും നമുക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതികരിക്കണം. പലരും ഭയക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും അനുജ പറഞ്ഞതുപോലെ നമ്മൾ ഭയന്ന് മാറി നിൽക്കേണ്ടവരല്ല. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. ഇവിടെ ജനങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും യുവാക്കളും യുവതികളും പ്രായമായവരും ഒക്കെ തന്നെ വോട്ട് ചെയ്താണ് ഏത് സർക്കാരിനെയും അധികാരത്തിൽ കൊണ്ടുവരുന്നത്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അതായത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ജനങ്ങളുടെ കൂടെ നിൽക്കാൻ സർക്കാർ സംവിധാനങ്ങൾ, അധികാരികൾ എപ്പോഴും തയ്യാറാകേണ്ടതാണ്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഈ ജിജി ചോദിച്ചതുപോലെ, ജോണിന്റെ മകൾ ചോദിച്ചതുപോലെ ഉറക്കെ ചോദിക്കാൻ യുവാക്കളും യുവതികളും രംഗത്ത് വരിക തന്നെ വേണം. സധൈര്യം രംഗത്ത് വരണം. അതൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമല്ലേ? ഒരു അതെ 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 തീർച്ചയായിട്ടും അനുജ അത് വളരെ ഒരു അലംഭാവമാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ജോണിന്റെ മകളെ നേരത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫോണിൽ വിളിച്ചു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഒരു വ്യക്തിയെ, ഒരു മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായി അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളും അതിന്റെ മറ്റ് നടപടികളും കൃത്യമായി സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ട സർക്കാർ ഭാഗത്തു നിന്ന് വന്ന ഒരു അലംഭാവമാണ്. ഇപ്പോൾ ചോദിക്കാം, CP ജോണിനോ അല്ലെങ്കിൽ വി ഡി സതീശനോ കടലിൽ പോയി ഇദ്ദേഹത്തെ തിരയാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ സംവിധാനം ചെയ്യേണ്ട അടിയന്തര നടപടികൾ ചെയ്തില്ല. ആ കാര്യമാണ് ജിജി എന്ന ആ കുട്ടി ചൂണ്ടിക്കാട്ടിയത്. അത്തരത്തിൽ ധൈര്യത്തോടെ കേരളത്തിലെ യുവതി യുവാക്കൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും, അത് തങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളായാലും സാമൂഹ്യമായ വിഷയങ്ങളായാലും സധൈര്യം ചൂണ്ടിക്കാട്ടാനും പ്രശ്നങ്ങൾ ചോദ്യങ്ങളായി ഉന്നയിക്കാനും ഒക്കെ തന്നെ തയ്യാറാകണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞങ്ങൾ കൂടി വോട്ട് ചെയ്തിട്ടാണ് സർക്കാർ അധികാരത്തിൽ വന്നത് എന്നത് തീർച്ചയായിട്ടും അത് നമ്മൾ അടിയന്തരമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ച് ജനങ്ങളെ ഭരിക്കാനുള്ള അവകാശം നേടിയിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള അലംഭാവങ്ങൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കൃത്യമായി പ്രതികരിക്കാതിരിക്കുന്നത്, നടപടി എടുക്കാതിരിക്കുന്നത് കുറ്റകരമായ ഒരു അനാസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വീഴ്ചയാണ്. അത് ചോദിക്കുക തന്നെ വേണം. യുവാക്കൾ ചോദിക്കണം. നിങ്ങളെപ്പോലുള്ള യുവതികൾ പ്രത്യേകിച്ചും സധൈര്യം ചോദിക്കണം. സ്ത്രീകളാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളും ഇവിടെ നികുതി അടയ്ക്കുന്ന പൗരന്മാരാണ്. നിങ്ങളും ഈ സംവിധാനത്തിന്റെ ഭാഗമാണ്, ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. ഈ ജനാധിപത്യ രീതിയിൽ നിങ്ങളും വോട്ട് ചെയ്തതാണ്. എന്ത് വിഷയമുണ്ടായാലും അത് ഉറക്കെ ചോദിക്കാൻ, പതുക്കെയല്ല ഉറക്കെ സർക്കാരിന്റെ മുഖത്ത് നോക്കി, അത് മുഖ്യമന്ത്രിയുടേതായാലും മന്ത്രിയുടേതായാലും ഏത് ജനപ്രതിനിധിയായാലും മുഖത്ത് നോക്കി ചോദിക്കാൻ ആ ജിജി എന്ന ആ പെൺകുട്ടി കാണിച്ച ധൈര്യത്തെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കുന്നു. ആ കുട്ടി ദുഃഖം കൊണ്ടും വിഷമം കൊണ്ടും ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം. എന്നാൽ പോലും ഈ രീതിയിൽ യുവാക്കൾ പ്രതികരിക്കണം, യുവതികൾ പ്രതികരിക്കണം. അത് നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല അത് യുവതികളുടെയും യുവാക്കളുടെയും ഉത്തരവാദിത്തം കൂടിയാണ്. കാരണം ഭാവി തലമുറയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് നിങ്ങളൊക്കെ തന്നെ. അപ്പം യുവാക്കൾ യുവതികൾ ഒക്കെ ശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിക്കണം. എന്ത് വിഷയമുണ്ടായാലും, അത് ഈ വിഷയം മാത്രമല്ല, ജനങ്ങളെ ബാധിക്കുന്ന എന്ത് വിഷയമായാലും, ഒരു പൗരനെ ബാധിക്കുന്ന എന്ത് വിഷയമായാലും അതിശക്തമായി പ്രതികരിക്കാൻ യുവാക്കൾ യുവതികൾ തയ്യാറാകണം. യുവജനത അതിശക്തമായി മുമ്പോട്ട് വരിക തന്നെ വേണം. അപ്പം ആ കുട്ടി ഒരു ആരോപണം ഉന്നയിച്ചെന്ന് പറഞ്ഞല്ലോ. ഫോൺ വിളിച്ചപ്പോൾ ഈ പെൺകുട്ടിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി കേട്ടില്ല എന്നുള്ളത്. കേൾക്കണം. മുഖ്യമന്ത്രിയുടെ ആ ഒരു നിലപാടിനോട് യോജിക്കുന്നുണ്ട്. കേൾക്കണം. മുഖ്യമന്ത്രി കേരളത്തിലെ ഏതൊരു പൗരൻ ചോദിച്ചാലും കേൾക്കാനും അതിന് മറുപടി പറയാനും ബാധ്യസ്ഥനാണ്, ഉത്തരവാദിത്തപ്പെട്ടവനാണ്. കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം സ്വയം മുഖ്യമന്ത്രിയായി അവരോധിച്ചതല്ല. അപ്പം ജനങ്ങളുടെ, കേരളത്തിലെ അങ്ങും നിങ്ങോളം പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജനങ്ങളുടെയും പരാതിയും ഒക്കെ കേൾക്കാനുള്ള ഉത്തരവാദിത്വം
സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ട്. അല്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ചോദിച്ചതുപോലെ അതങ്ങ് വീട്ടിൽ പോയി ചോദിക്കേ എന്ന് പറയുന്ന ആ ഒരു സമീപനം അദ്ദേഹം അങ്ങനെ കാണിച്ചു എന്നല്ല പറയുന്നത്. ആ സമീപനമല്ല വേണ്ടത്. വി ഡി സതീശൻ വളരെ ഓപ്പൺ ആണ് കാര്യങ്ങളിൽ. പല കാര്യങ്ങളിലും അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നുണ്ട്, ഇടപെടുന്നുണ്ട്, കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒക്കെ ശരിയാണ്. എന്നാൽ പോലും ഏതൊരു വ്യക്തിയും എന്ത് ചോദിച്ചാലും, നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന എന്ത് വിഷയത്തിൽ എന്ത് ചോദ്യം ഉന്നയിച്ചാലും, എന്ത് അഭിപ്രായം പറഞ്ഞാലും അത് കേട്ട് അതിന് തക്കതായ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കുണ്ട്. അത് വി ഡി സതീശനല്ല, ആരായാലും ഏത് മുഖ്യമന്ത്രി ആയാലും ഉണ്ട്. അത് അദ്ദേഹം കൂടുതൽ കരുതലോടെ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. LPSTയുടെ സമരം അവസാനിപ്പിച്ചു. അതും ഒരുപാട് രീതിയിലുള്ള സമരമുറകൾ അവർ ചെയ്തിട്ടാണ് ഇപ്പോൾ അവസാനിപ്പിച്ചത്. അപ്പൊ ഇത്രയും കാലം നീട്ടിക്കൊണ്ടു പോകേണ്ട, അല്ലെങ്കിൽ സർക്കാർ കണ്ടില്ല എന്ന് നടിച്ച ഒരു നയം അവിടെ കാണാൻ സാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അതും യുവാക്കളുടെ പ്രശ്നം തന്നെയാണ്. PSC റാങ്ക് ലിസ്റ്റ് അതിന്റെ കാലാവധി തീരാറായി വരുന്നു. അപ്പോൾ ഇത്രയും പേർ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട് റാങ്കുകാർക്ക്, ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല. ഇതിനു മുൻപ് ആശാവർക്കർമാർ സമരം ചെയ്തപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവിടെ പോവുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം UDF സർക്കാർ അധികാരത്തിൽ ഏറിയപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ സമരം അവസാനിപ്പിച്ചു. ആ രീതിയിലുള്ള ഒരു സമീപനം കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നു. ഇപ്പോൾ മന്ത്രി N ശംസുദ്ദീനുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി ഇവരുടെ കാര്യത്തിൽ അടിയന്തരമായ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിയതോടുകൂടിയാണ് അവർ സമരം പിൻവലിച്ചത്. ഇത് കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നു. ഇവരെ ഈ മുഖത്ത് ചായം തേച്ചും അല്ലെങ്കിൽ ചിതയൊരുക്കിയും മണ്ണ് വാരുത്തുന്നും ഒക്കെ തന്നെ പ്രതികരിക്കാനുള്ള ആ ഒരു അവസരത്തിലേക്ക് അവരെ തള്ളിവിടരുതായിരുന്നു എന്ന ഒരു പൊതു അഭിപ്രായം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ വൈകിയാണെങ്കിലും ഈ ഒരു ഉചിതമായ തീരുമാനമെടുത്ത് ചർച്ചകൾക്ക് ശേഷം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന ഒരു അഭിപ്രായം അല്ലെങ്കിൽ എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നത് നല്ലത് തന്നെ. യുവാക്കളുടെ പ്രശ്നങ്ങൾ, കാരണം യുവാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക, വയോജനങ്ങളുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെ ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് സർക്കാരിന്. അത് സമയാസമയങ്ങളിൽ സമയബന്ധിതമായി അത് ഏത് പ്രശ്നമായാലും അത് പരിഹരിച്ച് തന്നെ മുമ്പോട്ട് പോകണം. അതിനുവേണ്ട നടപടികൾ ഉണ്ടാകും എന്നും നമുക്ക് കരുതാം. അപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. പ്രതികരിക്കണം. അനുജ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അതുകൊണ്ട് നമ്മുടെ അവകാശങ്ങളാണ് അതൊക്കെ തന്നെ. അത് നമ്മൾ തന്നെ ചോദിച്ച് വാങ്ങിയെടുക്കണം. അതിനുവേണ്ടി ശബ്ദമുയർത്തണം, അതിനുവേണ്ടി കൂട്ടായ്മകൾ ഉണ്ടാകണം, അതിന് വേണ്ട എല്ലാ ക്രമങ്ങളും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ആ വിഷയങ്ങളെയൊക്കെ തന്നെ സർക്കാർ വളരെ കാര്യമായി തന്നെ സമീപിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ട നടപടിയെടുക്കാൻ അധികാരപ്പെട്ട സർക്കാർ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണം. തുടക്കമേ ആയുള്ളൂ, 3-4 മാസമേ ആയുള്ളൂ. എന്നാൽ പോലും കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാനുള്ള ആ ഒരു ശേഷി സർക്കാരിനുണ്ട് എന്ന് നമ്മളൊക്കെ തന്നെ വിശ്വസിക്കുന്നു, മാധ്യമങ്ങളും വിശ്വസിക്കുന്നു. അത് വേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അതെ, അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു ചെറിയ ടോപ്പിക്കിനായിരുന്നല്ലേ നമ്മുടെ ചർച്ച. നമ്മുടെ ടോപ്പിക്ക് ചെറുതാണെങ്കിലും അതിന്റെ ആ ആശയപരമായ ഒരു അവസ്ഥ വലുതാ. കേരളത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്, ചർച്ച ചെയ്തത്, നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ പറഞ്ഞത്. തീർച്ചയായിട്ടും യുവാക്കൾ കടന്നു വരണം, സമൂഹത്തിലേക്ക് കടന്നു വരണം. നിങ്ങൾ ഓടിയൊളിക്കേണ്ടവരല്ല. പ്രത്യേകിച്ചും യുവതികൾ, സ്ത്രീ ജനങ്ങൾ, നിങ്ങളെപ്പോലെ അനുജയെ പോലുള്ള യുവതികൾ കടന്നു വരണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാർ സംവിധാനങ്ങളോട് പറയണം. നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. അത് ചോദിച്ചു വാങ്ങാൻ ഒരു മടിയും വിചാരിക്കേണ്ട. നമ്മളാണ് വലുത്, ജനങ്ങളാണ് വലുത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ നമ്മൾ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ നമ്മൾ തന്നെ നേടിയെടുക്കണം. അതിന് ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങളും നടപടികളും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കൈക്കൊള്ളണം എന്ന് തന്നെ വളരെ ഹൃദയപൂർവ്വം, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ നമ്മൾ സർക്കാർ സംവിധാനങ്ങളോട് പറയുകയാണ്.